प्यारे बच्चे, पिछले कक्षा में हमने इकाई 5 में गुलजार नामक एक कवि ने लिखा गया ज़मी को जादू आता है नामक एक पाठभाग के बारे में चर्चा किया। आज दूसरा पाठभाग का नाम है मार्च। मार्च एक सुशील शुक्ल ने लिखा हुआ एक संस्मरणात्मक लेख है। संस्मरणात्मक लेख मीन्स ഓർമ്മക്കുറിപ്പ്। ओके, इसके पहले कवि परिचय अब देखिए पेज नंबर 37। सुशील शुक्ल युवा कवि, संपादक, अनुवादक, शैक्षिक कार्यकर्ता आदि के रूप में मशहूर है। आपका जन्म 25 मार्च 1974 में मध्य प्रदेश के होशंगाबाद जिले के घाड़ाघाट नामक गांव में हुआ था। बच्चों के लिए 10 किताबें लिखी है, 100 से अधिक कविताएं प्रकाशित हुई। बाल विज्ञान पत्रिका चकमक के संपादक है। एकलव्य शैक्षिक अनुसंधान संस्था के मुख्य कार्यकर्ता है। पता संपादक चकमक E10 शंकर नगर, शिवाजी नगर, भोपाल, मध्य प्रदेश 462016 ईमेल आईडी। ओके, तो इसके पहले कवि परिचय सुशील शुक्ल के बारे में। युवा कवि, അദ്ദേഹം ഒരു യുവ കവിയാണ്। സംപാദക് മീൻസ് എഡിറ്റർ, ഒരു എഡിറ്റർ ആണ്। അനുവാദക് മീൻസ് ട്രാൻസ്ലേറ്റർ ആണ്। ശൈക്ഷിക് കാര്യകർത്ത, എഡ്യൂക്കേഷൻ വർക്കർ കൂടിയാണ്। ആദി के रूप में मशहूर है തുടങ്ങിയ മേഖലയിൽ രൂപത്തിൽ അദ്ദേഹം ഫേമസ് ആണ്। आपका जन्म 25 മാർച്ച്, അദ്ദേഹത്തിന്റെ ജനനം 25 മാർച്ച് 1974 മധ്യപ്രദേശ് के होशंगाबाद जिले के മധ്യപ്രദേശിലെ ഹോഷംഗാബാദ് ജില്ലയിലെ ഗാഢാഘാട്ട് നാമക് ഗാവ് में हुआ था। ഗാഢാഘാട്ട് എന്ന് പറയുന്ന ഒരു ഗാവ് മീൻസ് വില്ലേജിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്। ബച്ചോം കെ ലിയെ 10 കിതാബേं लिखी है। ബച്ചോം കെ ലിയെ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം 10 കിതാബേं लिखी है, 10 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്। 100 से अधिक कविताएं प्रकाशित हुई। അങ്ങനെ 100 മീൻസ് 100, 100 से अधिक 100നെ അധിക്, ഒരു 100-ലധികം കവിതായും പ്രകാശിത് ഹുയി, കവിതകൾ അദ്ദേഹം പ്രകാശനം ചെയ്തിട്ടുണ്ട്। ബാൽ വിജ്ഞാൻ പത്രിക ചക്മക് കെ സംപാദക് ഹെ, അദ്ദേഹം ബാൽ വിജ്ഞാൻ പത്രിക ചക്മക് എന്ന് പറയുന്ന പത്രികയിലെ സംപാദക് ഹെ, എഡിറ്റർ കൂടിയാണ്। एकलव्य शैक्षिक अनुसंधान संस्था के मुख्य कार्यकर्ता है। ഏകലവ്യ എഡ്യൂക്കേഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുഖ്യ കാര്യകർത്ത ഹെ, പ്രധാനപ്പെട്ട വർക്കർ കൂടിയാണ് അദ്ദേഹം। ഓക്കെ, അദ്ദേഹത്തിന്റെ അഡ്രസ്സാണ് താഴെ കൊടുത്തിട്ടുള്ളത്। ഓക്കെ, अब देखिए प्रस्तुत पाठभाग का नाम है मार्च। मार्च मीन्स मार्च नाम के एक संस्मरणात्मक लेख है। സുശീൽ शुक्ल ने लिखा हुआ एक संस्मरणात्मक लेख। എന്താ संस्मरणात्मक लेख എന്ന് പറഞ്ഞാല് ഓർമ്മക്കുറിപ്പ്। അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് മാർച്ച് മാസത്തേക്ക്, മാർച്ച് മീൻസ് മാർച്ച് മന്ത്, ഓക്കെ, മാർച്ച് മാസത്തെ ഒരു ഓർമ്മക്കുറിപ്പാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം। നോക്കുക, मार्च के दिनों हाथों में किताबें और आंखों में नींदें रहा करती थी। 2 पन्ने पलटते ही नींद के हाथ आकर आंखों पर पलकें गींच जाते। उन दिनों अक्सर ये सोचते कि काश आंखें बंद किए पटाई हो पाती, तब कितना मजा आता। सोए सोए पढ़ते रहते, घंटों पढ़ने में लगे रहते। घर वाले जिद करते, अब बस करो, बहुत पढ़ लिया, बस 1 घंटे और पढ़ा ले कहकर हम चादर अपने ऊपर खींच लेते। इम्तिहान खत्म होते तो नींद भी गायब हो जाती। तब देर रात तक जागा करते। रातों के आसमान तारों से भरे होते और रातों की जमीन किस्सों कहानियों से। അപ്പോൾ നോക്കൂ, മാർച്ച് മാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന എന്താണ്? പരീക്ഷാകാലമാണ് അല്ലേ? അതായത് എക്സാംസ് ഒക്കെ നടക്കുന്ന കാലമാണ് മാർച്ച് മാസം അല്ലേ? അപ്പോൾ പരീക്ഷാ ചൂട് അല്ലേ? ഈ ചൂടുള്ള കാലാവസ്ഥയും പരീക്ഷാ ചൂടും കൂടി കൂടിയിട്ട് ആകെ നമ്മളെ ആകെ
ഒരു എന്താ പറയുക, ആകെ നമ്മൾക്കൊരു ടെൻഷൻ വരുന്ന ഒരു കാലമാണ് ഇത് മാർച്ച് മാസം അല്ലേ. ഇപ്പം ഈ കൊറോണ കാലം ആയത് കാരണം കുറേ എക്സാംസ് ഒക്കെ ഇല്ല അല്ലേ. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ മാർച്ച് മാസം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്? എക്സാമുകളാണ് ഓടിയെത്തുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നത്. മാർച്ച് മാസത്തെ ആ ചൂട് അല്ലേ, ചൂട് നിറഞ്ഞ ചൂടിൻ്റെ കാഠിന്യം ഏറുന്ന ഒരു മാസം കൂടിയാണ് നമ്മുടെ മാർച്ച് മാസം. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് നോക്കൂ. അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ് പിക്ചറിലെ ഒരു കുട്ടി അല്ലേ, ഏക്കിലെടുക്കാം സോ രഹാഹെ അല്ലേ, ഒരു ആൺകുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉനക്കെ സാമനെ അല്ലേ, അവൻ്റെ മുന്നിലേക്ക് കിതാബേൻ രഖി ഹെ അല്ലെ, ഒരു ബുക്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പിക്ചറാണ് കാണുന്നത്. നോക്കൂ. മാർച്ച് के दिनों हाथों में किताबें और आंखों में नींदें रहा करती थी. ഇനി എന്താ പറയുന്നത്? മാർച്ച് കെ ദിനം, മാർച്ച് മാസങ്ങളിലെ, ദിനോ മീൻസ് ഡേയ്സ് അല്ലെ, ദിവസങ്ങളിലെ, മാർച്ച് മാസങ്ങളിലെ ദിവസങ്ങളിലെ, ഹാത്തോമേം, എന്താ ഹാത്ത്, ഹാൻഡ് അല്ലെ, ഹാത്തോ മീൻസ് ഹാൻഡ്സ്, കൈകളിലെ, കിതാബേം, കിതാബ് മീൻസ് ബുക്സ്. അപ്പോൾ മാർച്ച് മാസങ്ങളിലെ, മാർച്ച് മാസത്തെ ദിവസങ്ങളിലെ എല്ലാ കുട്ടികളുടെയും കയ്യിൽ എന്തുണ്ടായിരിക്കും? ബുക്സ് ഉണ്ടായിരിക്കും. ഔർ പിന്നെന്താണ്? ആങ്കോമേം, അവരുടെ കണ്ണുകളിലെ, നീന്തേം രഹാ കർത്തീത്തീം അല്ലെ, നീന്ത് മീൻസ് സ്ലീപ്പ്, ഉറക്കവും രഹാ കർത്തീത്തി ഉണ്ടായിരിക്കും. അപ്പോൾ മാർച്ച് മാസങ്ങളിലെ ദിവസങ്ങളിലെ എല്ലാ കുട്ടികളുടെ കൈകളിൽ ബുക്സും അതുപോലെ ഉറക്കവും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ചിലവർക്ക് ബുക്ക് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഉറക്കം വരാൻ തുടങ്ങും അല്ലേ. അപ്പോൾ മാർച്ച് മാസങ്ങളിൽ ഈ ചൂടും വായനയും ഒക്കെ ആകുമ്പോൾ തന്നെ കുട്ടികൾക്ക് അറിയാതെ ക്ഷീണവും ഉറക്കമൊക്കെ നന്നായിട്ട് വരും. ദോ പന്നെ പലട്ടേഹി, ദോ പന്നെ മീൻസ് പേജ് ആണ് കേട്ടോ. അപ്പോൾ ബുക്സിന്റെ പേജുകൾ, ദോ പന്നെ രണ്ട് പേജുകൾ, പലട്ടേഹി എന്താ പലട്ന, ടേൺ മറയ്ക്കുക. രണ്ട് പേജ് ഇങ്ങനെ മറയ്ക്കുമ്പോൾ തന്നെ, വായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് രണ്ട് പേജ് വായിച്ചിട്ട് ഇങ്ങനെ മറയ്ക്കുമ്പോൾ തന്നെ, നീന്തുക്കെ ഹാത്ത് ഉറക്കത്തിന്റെ കൈകള്, ആക്കർ അല്ലെ, കൈകളില് എന്ത് ചെയ്യും? കൈകളിൽ അകപ്പെട്ടിട്ട്, ആങ്കൂപ്പർ ഉറക്കത്തിന്റെ കൈകളിൽ അകപ്പെട്ട്, കണ്ണുകളിലെ പലക്കയും, കണ്ണുകളുടെ പലക്കയും, കണ്ണുകളുടെ മുകളിൽ എന്താണ്? കണ്ണുകളുടെ മുകളിലുള്ള പലക്കയും മീൻസ് കൺപോളകള്, കീഞ്ചാത്തേ എന്ത് ചെയ്യും? അത് അടയാൻ തുടങ്ങും അല്ലെ. അപ്പൊ കൺപോളകൾ അടയാന്ന് പറയുന്നത് എന്താണ്? ഉറക്കം വരാൻ തുടങ്ങും. ഉൻ ദിനോം അക്സർ യേ സോച്തേ കി കാശ് ആങ്കേ ബന്ദ് കിയേ പട്ടായി ഹോ പാത്തി. ഉൻ ദിനോം ആ ദിവസങ്ങളിൽ, അങ്ങനെയുള്ള ദിവസങ്ങളിൽ, മാർച്ച് മാസങ്ങളിലെ ആ പഠന സമയത്ത് വരുന്ന ഉറക്കം വരുന്ന ആ ദിവസങ്ങളിലെ, അക്സർ മിക്കവാറും യേ സോച്തേക്ക്, ഇപ്രകാരം സോച്തേക്ക് ചിന്തിക്കാറുണ്ട്. അതായത് കാശ് ആങ്കേ ബന്ദ് കിയേ പടായി ഹോ പാത്തി, ആങ്കേ ബന്ദ് കരേ അല്ലെ. എന്താ ആങ്കേ ബന്ദ് കിയ പറഞ്ഞാല്? കണ്ണുകൾ അടച്ചുകൊണ്ട്, ബന്ദ് പറഞ്ഞാൽ ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആങ്കേ ബന്ദ് കിയ എന്ന് പറഞ്ഞാല് കണ്ണുകൾ അടച്ചുകൊണ്ട്, പടായി ഹോ പാത്തി പഠിച്ചുകൂടെ. അപ്പൊ കണ്ണുകൾ അടച്ച് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ വലിയൊരു മഹാകാര്യമായിരുന്നു അതെന്ന് ചിന്തിക്കാറുണ്ട് ഈ ദിവസങ്ങളില്. തബ് കിത്തന മസ ആത്ത, തബ് അപ്പോൾ, അങ്ങനെ കണ്ണുകൾ അടച്ച് പഠിക്കുകയാണെങ്കിൽ, മറ്റേ സാധാരണ നമ്മൾ കണ്ണ് തുറന്ന് ബുക്ക് നോക്കിയിട്ടാണല്ലോ വായിച്ച് പഠിക്കാറ്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? കണ്ണുകൾ അടച്ച് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, തബ് കിത്തന മസ ആത്ത, തബ് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ, കിത്തന മസ ആത്ത എത്ര രസകരമായിരിക്കും ആ ഒരു അനുഭവം. കണ്ണുകൾ അടച്ച് നമുക്ക് പഠിക്കാനുള്ള ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര മനോഹരമായിരിക്കും ആ കാര്യം. സോയെ പഠിത്തേ രഹേ, എന്താ സോയെ ഉറങ്ങി പഠിത്തേ രഹേ, പഠിക്കാം. നമുക്ക് ഉറങ്ങുന്ന സമയത്തിന് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം അല്ലെ. ഗണ്ടോ പട്നേമേ ലഘേ രഹത്തെ, അങ്ങനെ ഗണ്ടോ മീൻസ് ഹവേഴ്സ് അല്ലെ, ഹവേഴ്സ് മണിക്കൂറുകളോളം, പട്നേമേ ലഘേ രഹത്തെ എന്ത് ചെയ്യാം നമുക്ക്? പട്നേമേ പഠിക്കുന്നതില്, റീഡ് ചെയ്യുന്നതില്, ലഘേ രഹത്തെ അതിൽ നമുക്ക് മുഴുകിയിരിക്കാം. അപ്പൊ മണിക്കൂറുകളോളം കണ്ണു അടച്ച് ഉറങ്ങും ചെയ്യാം, പഠിക്കും ചെയ്യാം അല്ലെ. ഗർവാലി ജിദ് കർത്തേ ആബ്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനില് ഗർവാലി, എന്താ ഗർവാലി? ഫാമിലി മെമ്പേഴ്സ് അല്ലെ, വീട്ടുകാര്, ജിദ് കർത്തേ അവര് നിർബന്ധം പിടിക്കും. എന്താ അവര് നിർബന്ധം പിടിക്കുന്നത്? അബു ബസ്കരോ ബൗത് പഠിയ, അബു ബസ്കരോ പറഞ്ഞാല് നീ ഇപ്പൊ സ്റ്റോപ്പ് ആക്ക്, നീ നിർത്ത്, നിന്റെ പഠനം നിർത്തു. ബൗത് പഠിയ, ഒരുപാട് നീ പഠിച്ചില്ലേ, എങ്ങനെ ഉറങ്ങി ഇരുന്നിട്ട് നീ ഒരുപാട് പഠിച്ചില്ലേ, ഇനി നിർത്തിക്കോ. ബസ് ഏക് ഗണ്ടേ ഔർ പഡ്ലേ കേക്കർ ഹാം ചാദർ അപ്പനെ ഊപ്പർ ഖീഞ്ച് ലേത്തെ,
അപ്പൊ നമ്മൾ എന്താ പറയാ, യാ ബസ് മതി, ഏക്ക് ഘണ്ടെ ഓർ എന്ത് ചെയ്യട്ടെ, ഏക്ക് ഘണ്ടെ 1 മണിക്കൂർ കൂടിയും പഠിലേ പഠിക്കട്ടെ, കേക്കർ എന്ന് പറഞ്ഞുകൊണ്ട് ഹം ചാദർ അപ്പനെ ഊപ്പർ ഖീൻച്ചിലേത്തെ, നമ്മൾ എന്ത് ചെയ്യും, ചാദർ, ചാദർ മീൻസ് ബ്ലാങ്കറ്റ്, നമ്മുടെ ഇവിടെ ബെഡ്ഷീറ്റ് പുതപ്പ് നമ്മൾ എന്ത് ചെയ്യും, അപ്പനെ ഊപ്പർ ഖീൻച്ചിലേത്തെ, നമ്മുടെ മുകളിലേക്ക് ഒന്നുകൂടെ വലിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ പൊതിച്ചിട്ട് വീണ്ടും കണ്ണുകൾ അടച്ച് പഠിക്കാൻ തുടങ്ങും. ഓക്കെ. ഇസ് ഇംതിഹാൻ ഖത്തം ഹോത്തെ തോ നീന്ത് ഭി ഗായബ് ഹോ ജാത്തി, അല്ലേ? എന്താ പറയുന്നത്, ഇംതിഹാൻ മീൻസ് എക്സാം, അല്ലെ? എക്സാമുകളൊക്കെ ഗതം ഹോത്തേത്തോ അങ്ങനെ അവസാനിച്ചു, അല്ലെ? മാർച്ച് മാസം കഴിഞ്ഞു, അങ്ങനെ എക്സാംസ് ഒക്കെ അങ്ങനെ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ, എങ്കിൽ നീന്ത് ബി നമ്മുടെ ഉറക്കവും ഗായബ് ഹോ ജാത്തി. എന്താ ഗായബ് ഹോ ജാന പറഞ്ഞാൽ എന്താണ് പറയുന്ന, ഗായബ് എന്ന് പറഞ്ഞാല് ഇല്ലാതാവും, അല്ലെ? അതും നമ്മുടെ ഉറക്കവും പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ മാർച്ച് മാസത്തില് കൂടുതൽ പഠിക്കാനും ഉണ്ട്. അപ്പൊ എന്താ കൂടുതൽ വരും, നമുക്ക് ഉറക്കം വരുന്ന ഒരു അനുഭവം ഉണ്ടാവും, അല്ലെ? അങ്ങനെ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവസാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തും പോയിട്ടുണ്ടായിരിക്കും, നമ്മുടെ നീന്ത് ബി ഗായബ് ഹോ ജാത്തി, നമ്മുടെ ഉറക്കവും അപ്രത്യക്ഷമായിട്ടുണ്ടായിരിക്കും, അല്ലെ? ഡിസപ്പിയർ. തബ് ദേർ രാത് തക്ക് ജാഗ കർത്തെ, അങ്ങനെ അതിനുശേഷം എക്സാം കഴിഞ്ഞു, ഉറക്കവും പോയി. ഇനി എന്താ ഉണ്ടാകുന്നത്, തബ് ആ സമയത്ത്, ദേർ രാത് തക്ക്, ദേർ മീൻസ് ലൈറ്റ് ആവുക, അല്ലെ? രാത്ത് തക്ക് വളരെ വൈകുവോളം, ജാഗ കർത്തെ നമ്മൾ എന്ത് ചെയ്യും, ജാഗ കർത്തെ ഉണർന്നിരിക്കും. രാത്തോം കെ ആസ്മാൻ താരോം സെ ഭരേ ഹോത്തെ, അങ്ങനെ രാത്തോം കെ ആസ്മാൻ രാത്രിയിലെ ആകാശം, ആസ്മാൻ മീൻസ് സ്കൈ, താരോംസെ താരോ മീൻസ് സ്റ്റാർസ്, അല്ലെ? താരോംസെ ഭരേ ഹോത്തെ, അല്ലെ? ആകാശത്തെ, രാത്രിയിലെ ആകാശം സ്റ്റാർസ്, അല്ലെ? ഒരുപാട് നക്ഷത്രങ്ങളാൽ നിറഞ്ഞിട്ടുള്ളതായിരിക്കും. ഔർ അതുപോലെ രാത്തോം കി ജമീൻ, രാത്രിയുടെ ആകാശം എന്താണ്, നക്ഷത്രങ്ങളാൽ നിറഞ്ഞിട്ടുണ്ടായിരിക്കും. രാത്തോം കി ജമീൻ, രാത്രിയുടെ ഭൂമി, ജമീൻ മീൻസ് ലാൻഡ് ആണ്. രാത്തോം കി ഭൂമി, ഭൂമിയിലെ എന്താണ്, കിസ്സോം കഹാനിയോം സെ എന്ത് നിറഞ്ഞിട്ടുണ്ടായിരിക്കും, കിസ്സോം കഹാനിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റോറീസുകളാൽ നിറഞ്ഞ രാത്രികളായിരിക്കും പിന്നീട്. അപ്പൊ നമ്മൾ കുട്ടിക്കാലത്ത് നമുക്ക് പഠിക്കാനുള്ള സമയങ്ങളിൽ 1-2 കഥയൊക്കെ നമുക്ക് പറഞ്ഞു തരാറുള്ളൂ, അല്ലെ? നമ്മുടെ മുത്തശ്ശിമാരൊക്കെ, ഗ്രാൻഡ് മദർ ഫാദേഴ്സ്, അതുപോലെ മദേഴ്സ് ഫാദേഴ്സ് ഒക്കെ പറഞ്ഞു തരാറുണ്ട്, അല്ലെ? നമുക്ക് കഥകളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കഥകളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഈ മാർച്ച് മാസം കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനില്ല, 2 മാസം അവധിയാണ്. ആ സമയത്ത് എന്തായിരിക്കും എന്നാ പറയുന്നത്, ഒരു വളരെ വൈകുവോളം നമ്മൾ ഉണർന്നിരിക്കും. അങ്ങനെ ആകാശത്തെ നക്ഷത്രങ്ങളാൽ നിറഞ്ഞ ആകാശം നോക്കും. അതുപോലെ ഭൂമിയിൽ എന്താ നടക്കുന്നത്, ആകാശത്ത് നക്ഷത്രങ്ങൾ നിറഞ്ഞിട്ടുണ്ടായിരിക്കും. ഭൂമിയിലാകട്ടെ കുട്ടികളൊക്കെ കഥയും കിസ്സോം കഹാനിയോം സെ ബരേഹെ, അല്ലെ? നമ്മുടെ ഭൂമിയെ, നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, അല്ലെ? അപ്പൊ അത് കേട്ട് കുട്ടികൾ ഉറങ്ങും. ഓക്കെ. അപ്പൊ എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, മാർച്ച് മാസങ്ങളിലെ ദിവസങ്ങളിലെ കുട്ടികളുടെ കയ്യിൽ പുസ്തകങ്ങളും അതുപോലെ ഉറക്കവും അവരോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. പുസ്തകം എടുത്താൽ തന്നെ അവർക്ക് ഉറക്കം വരുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതുപോലെ ദോ പന്നെ പലർത്തേഹി, അല്ലെ? 2 പേജുകൾ മറക്കുന്ന സമയത്ത് തന്നെ എന്താണ്, നീന്തിക്കെ ഹാത്ത് ആക്കർ ആങ്കും പർ പലക്കേം കീഞ്ചാത്തെ, അല്ലെ? 2 പേജുകൾ പഠിക്കാൻ വേണ്ടി മറക്കുന്ന സമയത്ത് തന്നെ ഉറക്കത്തിന്റെ കൈകളിലേന്തി നമ്മൾ പോകും. അതായത് നമുക്ക് ഉറക്കം വന്ന് നമ്മൾ ഉറക്കത്തിലേക്ക് പോകും. ആ ദിവസങ്ങളിൽ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഉറങ്ങിക്കൊണ്ട് പഠിക്കാൻ നമുക്ക് പറ്റിയിരുന്നെങ്കിൽ അത് വളരെ ഉപകാരമായിരുന്നു, അല്ലെങ്കിൽ വളരെയധികം രസകരമായിരുന്നു, അല്ലെ? മസ ആത്താം, അല്ലെ? സോയെ പഠിത്തേരത്തെ, ഉറങ്ങി പഠിക്കുന്നത് വലിയൊരു അനുഭവമാണ്, നല്ല രസകരമായിരിക്കും അത്, അല്ലെ? ആ സമയത്താണ് നമ്മുടെ പാരൻസ് വന്നിട്ട് പറയുക, എന്താണ്, ഖണ്ഡോ പട്നേമേ ലഘേരത്തെ, അല്ലെ? മണിക്കൂറുകളോളം നമുക്ക് അങ്ങനെയാണെങ്കിൽ ഉറങ്ങുകയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം, വായിക്കുകയും ചെയ്യാം. ആ സമയത്താണ് വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് വന്ന് നമ്മോട് പറയുന്നത്, എന്താണ്, ബസ് കരു ബോത് പട്ലിയ, നിർത്തിക്കോ, നീ പഠിക്കൊന്നും വേണ്ട, ഒരുപാട് നീ പഠിച്ചില്ലേ. ആ സമയത്താണ് നമ്മൾ പറയുക, ഏക്ക് ഘണ്ടെ ഓർ പഠില്ലേ, 1 മണിക്കൂർ കൂടി ഞാൻ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചാദർ, അല്ലെ? നമ്മുടെ ബെഡ്ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അപ്പനെ ഊപ്പർ ഖീൻച്ചിലേത്തെ, നമ്മുടെ പുതപ്പ് നമ്മളെ ശരീരത്തിലേക്ക് ഒന്നും കൂടെ വലിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഉറങ്ങാൻ തുടങ്ങും, അല്ലെ? ഉറങ്ങും ചെയ്യാം, ഉറക്കത്തിൽ പഠിക്കും ചെയ്യാം, അല്ലെ? അങ്ങനെ ഇംതിഹാൻ ഖത്തം ഹോനെ
ഹൊനേസെ അല്ലേ. എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പഠന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഉറക്കം എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രത്യക്ഷമാവും അല്ലേ. അതാണ് പറയുന്നത്. അങ്ങനെ രാത്രിയിലെ ആകാശം നക്ഷത്രങ്ങൾ നിറയും. നമ്മൾ ഒരുപാട് വൈകിട്ടാണ് നമ്മൾ ഉറങ്ങാറ്. അതുപോലെ ഒരുപാട് കഥകളൊക്കെ കേട്ട് ആസ്വദിച്ച് നമുക്ക് ഉറങ്ങാൻ പറ്റും. ഓക്കെ, नेक्स्ट पैराग्राफ। मेरे घर के सामने नीम का पेड़ था, उसकी आधी टहनियाँ घर में घुसी चली आती थी। नीम शरारतन घर की तरफ ज्यादा फैलता, उसकी गिलहरियाँ और कोये घर में बेहिचक आते जाते रहते। हमें लगता कि उनका ही तो घर है जिसमें हम रहने चले आए हैं। मार्च में नीम तले बैठ किताब पढ़ते। नीम की कोई पीली पत्ती किताब पर आ गिरती। मैं पत्ती को देखता रहता, उसके पीले रंग को। कई सवाल मन में आता, क्या पीले रंग के नीचे जरूर पत्ती अभी भी हरी होगी? कभी लगता शायद हरा रंग ही पीले में बदल गया है। पत्ती पीली हो गई इसलिए गिरी, या उसे गिर जाना है इसलिए पीली हो गई। मार्च की हवाएं पन्नों के दरवाजे फटफड़ा देती। हम उन्हें ज्यादा इंतजार न करवाते और पत्ती को न जल्दबाज हवाओं के हवाले कर देते। वे पत्ती को अपनी ढाली में टांक कर रफू चक्कर हो जाती। मार्च अपने पलाश में घूम ये सब कुछ देखता रहता। എന്താ പറയുന്നത്, മേരെ ഘർ കെ സാമനെ. ഇനി അദ്ദേഹം പറയാണ്, സുശീൽ ശുക്ല എന്ന് പറയുന്ന കവി പറയാണ്, മേരെ ഘർ കെ സാമനെ അല്ലെ, എൻ്റെ വീടിന്റെ സാമനെ മുന്നില് നീം കാ പേട് ത, എന്തുണ്ട്, ഒരു നീം കാ പേട്. നീം കാ പേട് മീൻസ് നീം ട്രീ അല്ലെ, ആര്യവേപ്പിന്റെ ഒരു ട്രീ ഉണ്ടായിരുന്നു. ഉസ്കി ആദി ടഹനിയ, ഉസ്കി അതിന്റെ വേപ്പ് മരത്തിന്റെ ആദി മീൻസ് ഹാഫ്, പകുതിയും ടഹനിയ മീൻസ് ബ്രാഞ്ചസ്. അപ്പൊ ആര്യവേപ്പ് മരത്തിന്റെ പകുതിയും പകുതിയും ശിഖരങ്ങള് ഗർമേ ഗുസി ചലിയാത്തീത്തി. ഗർമേ ഞങ്ങളുടെ വീട്ടില് ഗുസി ചലിയാത്തീത്തി പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പകുതി മുകളിലത്തെ ശിഖരങ്ങളൊക്കെ വീടിന്റെ മുകളിലേക്കായിരുന്നു. नीम शरारतन घर की तरफ ज्यादा फैलता. നീം ശരാരത്തൻ മീൻസ് നോട്ടി. ഈ കുസൃതിക്കാരനായിട്ടുള്ള ഈ നീം ഗർക്കി തരഫ് നേരെ വീട്ടിലേക്ക് ജ്യാദ ഫൈൽത്ത കൂടുതലായിട്ടും സ്പ്രെഡ് ചെയ്തു. അതായത് കൂടുതലായിട്ടും മരത്തിന്റെ ശിഖരങ്ങളൊക്കെ ഞങ്ങളുടെ വീടിന്റെ മുകളിലേക്കാണ്. അപ്പൊ ഈ ഒരു വേപ്പ് മരത്തെ ഒരു ശരാരത്തൻ മീൻസ് നോട്ടി അല്ലെ, ഒരു കുസൃതിക്കാരൻ എന്നോണം കവിയുടെ പറയാണ്. അപ്പൊ ഈ കുസൃതിക്കാരനായിട്ടുള്ള ഈ ആര്യവേപ്പ് മരത്തിന്റെ പകുതിയോളം ഈ ചില്ലകളൊക്കെ ഞങ്ങളുടെ വീടിന്റെ മുകളിലേക്കായിരുന്നു. उसकी गिलहरियां और कौए घर में बेहिचक आते जाते रहते. उसकी गिलहरिया അതിൽ താമസിക്കുന്നില്ലെങ്കിൽ അതിലൂടെ കളിക്കുന്ന ഗിൽഹരിയ മീൻസ് സ്ക്വാറൽസ് അല്ലെ, അണ്ണാൻ കുഞ്ഞുങ്ങള്. ഔർ കോയെ, എന്താ കോയെ, ക്രൗസ് അല്ലെ, അതായത് കാക്കകളൊക്കെ ഗർമേ വീട്ടിലെ ബേഹിച്ചക് ആത്തേ ജാത്തേ, എന്താ ബേഹിച്ചക് യാതൊരു മടിയും കൂടാതെ ആത്തേ ജാത്തേ രേത്തെ വീട്ടിലേക്ക് വരും പോവുകയും ചെയ്തിരുന്നു. ആ മരത്തിൽ കയറിയിട്ട് മരത്തിലെ സ്ക്വയറൽസും ക്രൗസും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, വീട്ടിലേക്ക് വരികയും പോവുകയും യാതൊരു മടിയും കൂടാതെ ഞങ്ങളുടെ എന്നൊരു പേടിയും കൂടാതെ അവരെന്ത് ചെയ്യാറുണ്ട്, വീട്ടിലേക്ക് വരും പോവും ചെയ്തുകൊണ്ടിരുന്നു. ഹമേ ലഗ്താ കി ഉൻകാ ഹി തോ ഘർ ഹേ ജിസ്മേ ഹം രഹ്നെ ചലേ ആയേ. ഇവരിങ്ങനെ വരും പോവും ചെയ്യുന്നത് കാണുമ്പോൾ ഹമേ ലഗ്ത ഞങ്ങൾക്ക് തോന്നാറുണ്ട് കി, അതായത് ഉൻകാഹീത്തോ ഗർഹെ, ഇതെന്താണ് യഥാർത്ഥത്തില് ഉൻകാഹീത്തോ ഇവരുടെ ഗർഹെ വീടാണ്. ഈ വീട് ശരിക്കും ഈ സ്ക്വാറൽസിന്റെയും അതുപോലെ ക്രൗസിന്റെ ഒക്കെ കാക്കകളുടെ ഒക്കെ വീടാണ്. ജിസ്മേം അവരുടെ വീട്ടില് ഹം രഹ്നെ ചലേ ആയേ ഞങ്ങളാണ് താമസിക്കാൻ വന്നിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. ഓക്കെ, മാർച്ച് മേ നീം തലേ ബൈറ്റ് കിതാബ് പഠിത്തേ. അങ്ങനെ മാർച്ച് മാസത്തിലെ കൊടും ചൂടില് നീം തലേ മീൻസ് നീച്ചെ അല്ലെ, നീം തലേ പറഞ്ഞാല് നീം മരത്തിന്റെ താഴെ ബൈറ്റ് ഇരുന്നിട്ട് കിതാബ് പഠിത്തേ എന്ത് ചെയ്യാറുണ്ട്, ബുക്സ് ഒക്കെ റീഡ് ചെയ്യാറുണ്ട്. നീം കി കോയി പീലി പത്തി കിതാബ് ആകിർത്തി. ആ സമയത്താണ് നീം മരത്തിന്റെ താഴെ ഇരുന്ന് പഠിക്കുന്ന സമയത്താണ് നീം കി കോയി പീലി നീമിന്റെ
കോയി പീലി പത്തി, പീലി മീൻസ് യെല്ലോ കളർ അല്ലെ, യെല്ലോ കളറുള്ള പത്തി, പത്തി മീൻസ് ലീവ്സ് അല്ലെ, ഇലകള് കിതാബ് പർ ഇങ്ങനെ ബുക്സിലേക്ക് ആകീർത്തി വന്ന് വീഴുന്നത്. അപ്പൊ ഈ മാർച്ച് മാസങ്ങളിൽ നീം ട്രീയുടെ താഴെ ഇരുന്ന് പഠിക്കുന്ന സമയത്താണ് അതിൻ്റെ മഞ്ഞ ഇലകൾ പൊഴിഞ്ഞ് എവിടേക്ക് വരാറ്, നമ്മുടെ ഈ പഠിക്കുന്ന ബുക്കിലേക്ക് വന്നു വീഴാറ്. മേ പത്തിക്കോ ദേഖ്ത രഹ, ആ സമയത്ത് ഞാൻ പത്തിക്കോ ദേഖ്ത രഹ, ഈ മരത്തെ പത്തിക്കോ ഈ ലീഫിനെ നോക്കിക്കൊണ്ടിരുന്നു. ഉസ്കെ പീലേ രംഗക്കോ, പിന്നെ എന്ത് നോക്കാറുണ്ട്, ഉസ്കെ പീലേ രംഗക്കോ, അതിൻ്റെ യെല്ലോ കളറുള്ള ആ കളറിനെയും ഞാൻ നോക്കാറുണ്ട്. കൈ സവാൽ മന്മേ ആത്ത, അത് കാണുമ്പോൾ അതിൻ്റെ മഞ്ഞ ഇലകളെ കാണുമ്പോൾ കൈ സവാൽ മന്മേ ആത്ത, ഒരുപാട് ക്വസ്റ്റ്യൻസ്, സവാൽ മീൻസ് ക്വസ്റ്റ്യൻസ്, മന്മേ ആത്ത മനസ്സിലേക്ക് വരാറുണ്ട്. ക്യാ പീലേ രംഗ് കെ നീച്ചെ ജരൂർ പത്തി അബീബി ഹരി ഹോഗി, എന്താണ് വരുന്ന ക്വസ്റ്റ്യൻസ്, എന്താ പീലേ രംഗ് കെ നീച്ചെ, ഈ യെല്ലോ കളറിന്റെ നീച്ചെ താഴെ അടിയിലായിട്ട് പത്തി അല്ലെ, ഈ ഇലകള് അബീബി ഹരി ഹോഗി, ഇപ്പോഴും അതിന് പച്ചയാണോ, അതായത് മഞ്ഞ കളറുള്ള ഇലകളുടെ താഴെ എന്തുണ്ടോ, ഹരിത കണങ്ങളുണ്ടോ, ഹരിത വർണ്ണങ്ങളുണ്ടോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്. കബി ലഗ്ത, ഇടയ്ക്ക് തോന്നും, ഷായത് ഹരാരംഗ് ഹി, ഒരുപക്ഷെ ഹരാരംഗ് ഹി, ഗ്രീൻ, ഹരാരംഗ് മീൻസ് ഗ്രീൻ കളർ അല്ലെ, ഹരാരംഗ് ഗ്രീൻ കളർ, ഹരാരംഗ് ഹി, ഈ ഗ്രീൻ കളർ തന്നെയാണ് പീലേമേ ബദൽ ഗയാ ഹെ, യെല്ലോ ആയിട്ട് ബദൽ ഗയാ ഹെ, ചേഞ്ച് ചെയ്യപ്പെട്ടത്, മാറിയത്. ഈ യെല്ലോ ഗ്രീൻ കളർ പിന്നീട് യെല്ലോ കളറായി മാറിയിട്ടുള്ളതായിരിക്കാം. പത്തി പീലി ഹോ ഗയി ഇസ്ലിയെ ഗിരിയ ഉസേ ഗിർ ജാനാ ഹെ ഇസ്ലിയെ പീലി ഹോ ഗയി. ഇനി എന്താ പിന്നെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ, പത്തി പീലി ഹോ ഗയി, ഈ ഇലകളൊക്കെ പീലി ഹോ ഗയി, യെല്ലോ കളർ ആയിട്ടുണ്ട്, ഇസ്ലിയെ ഈ യെല്ലോ കളർ ആയതുകൊണ്ടാണ് ഗിരി എന്ത് ചെയ്തത്, ഇത് പൊഴിഞ്ഞത്. ഗിരി മീൻസ് വീണത്, മഞ്ഞയായിട്ട് മാറിയത് കൊണ്ടാണ് ഇലകൾ അടർന്ന് വീണത്. അതുപോലെ ഉസേ ഗിർജാനാഹേ, അതുപോലെ ഉസേ അവയ്ക്ക്, ഈ യെല്ലോ കളറുള്ള ഇലകൾക്ക് ഗിർജാനാഹേ വീഴേണ്ടത് കൊണ്ടാണ്, ഇസ്ലിയെ പീലി ഹോ ഗയി ഹെ, അതുകൊണ്ടാണ് ഇത് മഞ്ഞയായി തീർന്നിരിക്കുന്നത് എന്നും മഞ്ഞയായി തീർന്നിരിക്കുന്നത് എന്നൊക്കെ തോന്നാറുണ്ട്. അതായത് മഞ്ഞ ഇലകൾ ആയതുകൊണ്ടാണ് ഇവയ്ക്ക് വീഴേണ്ടി വന്നത്, മഞ്ഞ എന്താണ് വീഴേണ്ടത്, മഞ്ഞ ഇലകൾ വീഴേണ്ടത് കൊണ്ടാണ് ഇവയ്ക്ക് എന്ത് ഉണ്ടായത്, ഈ ഇലകൾ വീഴേണ്ടത് കൊണ്ടാണ് ഇവയ്ക്ക് മഞ്ഞ കളർ ഉണ്ടായത് എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്. മാർച്ച് കി ഹവായി പന്നോം കെ ദർവാസെ ഫട്ഫടാ ദേത്തി, മാർച്ച് കി ഹവായി, ഈ മാർച്ച് മാസങ്ങളിലെ ഹവായി മീൻസ് വിൻസ് അല്ലെ, കാറ്റുകള്, പന്നോം കെ ദർവാസെ, മാർച്ച് മാസങ്ങളിൽ വീശുന്ന കാറ്റുകള്, പന്നോം കെ ദർവാസെ, ഈ പേജുകളുടെ ഡോറിനെ, പേജുകളുടെ ഡോർ പറഞ്ഞ പേജുകളെ ഫട്ഫടാതെത്തി എന്ത് ചെയ്യാറുണ്ട്, കാറ്റ് വീശിയിട്ട് വായിക്കുന്ന സമയത്ത് ഈ പേജുകൾ എങ്ങനെ ഫട്ഫടാതെത്തി ഇങ്ങനെ ഇളക്കുന്നു, കാറ്റ് വീശിയിട്ട് പേജുകളൊക്കെ ഇങ്ങനെ ഇളകി മറിയുന്നു. ഹം ഉനെ ജ്യാദ ഇന്തസാർ ന കർവാത്തെ, അങ്ങനെ ഞങ്ങള് ഉനേം അവയെ, ഏതിനെ, കാറ്റിനെ, ജ്യാദ ഇന്തസാർ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ, ന കർവാത്തെ അല്ലെ, ന കർവാത്തെ തന്നെ ചെയ്യിപ്പിക്കാതെ അല്ലെ, ജ്യാദ ഇന്തസാർ ന കർവാത്തെ പറഞ്ഞാൽ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ, ഔർ പത്തിക്കോ ആ ഇലകളെ, പൊഴിഞ്ഞ ഇലകളെ ഞാൻ എന്ത് ചെയ്യും, ബുക്കിലേക്ക് വന്ന് വീണ പൊഴിഞ്ഞ ഇലയെ ഉൻ ജൽദ്ബാസ് ഹവാവും കെ, ജൽദ്ബാസ് മീൻസ് ഫാസ്റ്റ് ആയിട്ടുള്ള ധൃതിയുള്ള നമ്മുടെ ഹവാവും കെ അല്ലെ, ആ കാറ്റുകളുടെ ഹവാലേ കർദേത്തെ, ഹവാല കർണ മീൻസ് ഏൽപ്പിക്കുക, അപ്പോൾ ആ കാറ്റിനെ ഈ ഇലകളെ ഏൽപ്പിച്ചു കൊടുക്കും ഞങ്ങള്. വേ പത്തിക്കോ അപ്പനി ഡാലിമേ ടാക്കുകർ, അങ്ങനെ വേ അത് ഏത്, ഈ കാറ്റ് പത്തിക്കോ ഈ ഇലകളെ, അപ്പനി ഡാലിമേ തൻ്റെ ഡാലിമേ, ഡാലി മീൻസ് ബ്രാഞ്ച് ആണ് കേട്ടോ, ശിഖരം എന്നാണ്, പക്ഷെ ഇവിടെ അപ്പനി ഡാലിമേ ടാക്കുകർ, ഇവിടെ കാറ്റിൻ്റെ കൈകളിൽ എന്ത് ചെയ്തും, ഇവിടെ ഡാലിമേ ടാക്കുകർ പറഞ്ഞാൽ കാറ്റിൻ്റെ കൈകളിൽ എന്തിയിട്ട് എന്ത് ചെയ്യും, രഫൂ ചക്കർ ഹോ ജാത്തി, എന്താ രഫൂ ചക്കർ പറഞ്ഞാൽ അതിനെ അവിടുന്ന് രക്ഷപ്പെടുത്തി ദൂരെ എങ്ങോ കൊണ്ടുപോകും, ആര്, ഈ കാറ്റ്, ഇതിനെ യെല്ലോ കളറുള്ള പീലേ രംഗ് കാ പത്തും കോ അല്ലെ, മീ പത്തിയും കോ അല്ലെ, യെല്ലോ കളറുള്ള ഈ പൊഴിഞ്ഞ ഇലകളെ കാറ്റ് തൻ്റെ കൈകളിൽ എന്തിയിട്ട് എവിടെയോ അവരെ രക്ഷപ്പെടുത്തിയിട്ട് എവിടേക്കോ കൊണ്ടുപോകും. मार्च अपने पलाश में घूम सब ये सब कुछ देखता रहता. മാർച്ച് അപ്പനെ പലാശ്മേ, ഈ മാർച്ച് മാസം അപ്പനെ പലാശ്മേ തൻ്റെ പലാശ്മേ, പലാശ് മീൻസ് എ കൈൻഡ് ഓഫ് എ ട്രീ, ഒരു തരം മരമാണ് അത്. ഈ മാർച്ച് മാസങ്ങളിൽ അതിന് എന്ത് ചെയ്യും, ഇലകളൊക്കെ പൊഴിഞ്ഞിട്ട് പൂക്കളായിരിക്കും അല്ലെ. അങ്ങനെ മാർച്ച് അപ്പനെ പലാശ്മേ ഗും അല്ലെ,
തൻ്റെ മാർച്ച് മാസം എന്ത് ചെയ്യാണ്? പലാശ് മേ ഘും അല്ലെ, ഈ പലാശ് മരത്തിലെ ഘും ഒളിച്ചിരുന്നിട്ട് യേ സബ് കുച്ച് ദേഖ്താ രഹാ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാർച്ച് മാസം. എവിടെ ഒളിച്ചിരുന്നിട്ട്? ഈ പലാശ് ട്രീയുടെ മറവിൽ ഒളിച്ചിരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ओके, आज लिए गए पाठ भाग अच्छी तरह ध्यान से पढ़ना. कोई संदेह है तो मुझसे पूछिए. आज की कक्षा में यहाँ समाप्त करती हूँ. धन्यवाद.